ഈ LDF-ൽ ചേർന്നതിന് ശേഷം താങ്കളുടെ പാർട്ടിയുടെ ആ ഒരു സ്വതന്ത്ര ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. അതിനെ എങ്ങനെ വിലയിരുത്തും? ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു. ഒറ്റ ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചറിയാം. കേരള കോൺഗ്രസ് എമ്മിനെ വേണ്ടെന്ന് ഏതെങ്കിലും മുന്നണി പറയൂ? പക്ഷെ എന്നാലും LDF-ന്റെ ഒരു ചെറിയ ഒരു ഘടകം മാത്രമാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നവരുമുണ്ട്. ആണോ? ഇല്ല, അല്ല. കേരള കോൺഗ്രസ് പാർട്ടി LDF-ലെ മൂന്നാമത്തെ വലിയ കക്ഷിയാണ്. LDF ഞങ്ങളെ വിടുവോ? വിടുകയല്ല. UDF-ന് ഞങ്ങളെ വേണോ? പലരും ചർച്ച നടത്തി എന്ന് പറയും. BJPക്ക് ഞങ്ങളെ വേണം. ഇവരെല്ലാവരും കേരള കോൺഗ്രസിന് എമ്മിനെ വേണം. വേണം ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല. അല്ല, ഒരു സെക്കൻഡ്, ഞങ്ങൾക്ക് ശക്തി ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങളെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിച്ചു. പിന്നെ അടുത്ത ചോദ്യം, ഞങ്ങൾ എന്നാത്തിനാ UDF-ലേക്ക് പോകുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടി UDF-ലിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ LDF-ൽ ഇരുന്നപ്പോൾ ചെയ്തു. എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞ 5 വർഷക്കാലത്തിന് എനിക്ക് നേരത്തേക്കാൾ കൂടുതൽ അതിനെ ശക്തമായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞങ്ങളിവിടെ ഹാപ്പിയാണ്, പിന്നെ എന്തിനു ഞാൻ മാറണം? ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, പലരും ഇതിനെ ഒന്ന് ഇളക്കാൻ നോക്കി. പക്ഷേ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കെന്നാന്നറിയോ? ആ പ്രസംഗത്തിൽ ഇവിടെ ഒരു 10,000-5000 പേര് വന്നു ഇന്നലെ പാലായിൽ. ജോസ് കെ മാണി, ജോസ് കെ മാണി പാറ പോലെ ഉറച്ച് LDF-നൊപ്പം നിന്നു എന്ന് കൈ ഇങ്ങനെ പിടിച്ചാൽ വന്നത്. എൻ്റെ വിഷ്വൽ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. മുഖ്യമന്ത്രി ഒരു വലിയൊരു ക്രൗഡ് പുള്ളറാണ് ഇപ്പം. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഭയങ്കരമായ ഒരു ക്രൗഡ് പുള്ളറായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുഖ്യമന്ത്രി. താങ്കളുടെ കരിയറിൽ സംഭവിച്ച ഈ ഒരു മുന്നണി മാറ്റത്തെ ഈ വിമർശകരെ ഒരു അവസരവാദ രാഷ്ട്രീയമാണ് എന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെ എന്താ പറയുക, അതെങ്ങനെ തെറ്റാണെന്ന് തെളിയിക്കും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാം? മുന്നണി മാറിയത് വീണ്ടും ഒരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഞാൻ മുന്നണി മാറിയതല്ല, സോറി, പാർട്ടി പുറത്താക്കിയതാണ്. ഓക്കെ, ഇതെന്താ പറ്റുന്ന ഒരു നരേറ്റീവാണ്. ആ നരേറ്റീവ് ആരാ കൊണ്ടുവരുന്നത്? പലപ്പോഴും പല മാധ്യമങ്ങൾ കൊണ്ടുവന്നു, ജനങ്ങൾ കൊണ്ടുവന്നു. എന്തിനാ മുന്നണി മാറിയത്? അത് പക്ഷേ മൈൻഡിലേക്ക് കയറുകയാണ്. ആ നരേറ്റീവ് എനിക്കെതിരെ പല കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര വ്യക്തിഹത്യ നടക്കുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ എടുത്തു കഴിഞ്ഞാൽ എത്രയോ നേതാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിലുണ്ട്. താങ്കൾക്കറിയാമല്ലോ, പിറവത്തുണ്ട്, പത്തനാപുരത്തുണ്ട്, എത്രയോ സ്ഥലങ്ങളിലുണ്ട് അല്ലേ? ഒക്കെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ വന്നു, തൊടുപുഴ വന്നു. എന്തെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? മാധ്യമങ്ങളിൽ അങ്ങനെ വലിയൊരു അറ്റാക്കൊന്നുമില്ല. പിന്നെ എന്താ പറയാ, തലമുറ മാറി മാത്രം. പക്ഷേ ജോസ് കെ മാണി ഇറങ്ങുമ്പം അത് പ്രശ്നമായി. അത് എനിക്കും അറിയേണ്ടത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ എപ്പോഴും എടുത്ത് പരിശോധിക്കും. നീ ഇറങ്ങി ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം വിത്ത് കൺവിക്ഷനാണ്, ബോധ്യത്തോടു കൂടിയാണ്. അത് എന്ത് വന്നാലും ഞാനത് നടപ്പിലാക്കുക എന്തായാലും. അപ്പം അവിടെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ പാലാ എന്ന് പറയുന്നത് 52 വർഷം 53 വർഷം മാൻസാറ് ആയിരുന്നു ജനപ്രതിയായിട്ട്. അപ്പോൾ പാലായ്ക്കൊരു പ്രത്യേകത എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഒരു സ്ഥലത്ത് പലതരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. എപ്പോഴും എല്ലാവരും 100% മാൻസാറിനോടൊപ്പം അല്ലല്ലോ. പലതരത്തിലുള്ള ഒരു ആൻറ്റി മാണി കാണും. അപ്പോൾ ആൻറ്റി ജോസ് കെ മാണി, അപ്പോൾ ഇനിയൊരു ആൻറ്റി ഇത്രയുണ്ടല്ലോ, ഇനി അവനവിടെ നിൽക്കട്ടെ എന്ന ഒരു ചിന്തയായിരിക്കും. അപ്പോൾ എന്ത് പറ്റി? കഴിഞ്ഞ അച്ചാച്ചൻ്റെ മരണത്തിന് മുമ്പായിട്ട് തന്നെ അച്ചാച്ചനെതിരെയും എനിക്കെതിരെയും വളരെ വ്യക്തമായ നുണപ്രചരണങ്ങൾ, വ്യക്തിഹത്യ, തിരക്കഥ, അതുപോലെ കെട്ടുകഥകൾ, അത് എനിക്കെതിരെ മാത്രമല്ല എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ മക്കൾക്കെതിരെ എത്രമാത്രം വന്നിട്ടുണ്ട്. പരിഹാസങ്ങൾ, ഞാൻ മുമ്പേ ചെറിയൊരു പരിഹാസം പറഞ്ഞതേ ഉള്ളൂ. വാസ്തവത്തിൽ ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത നാളിൽ നമുക്ക് ഇലക്ഷൻ വരുമ്പോൾ തന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ആയിട്ട് 1-2 പിള്ളേരെന്നെ സഹായിക്കാൻ വന്നു. അവരെടുത്ത് ഇങ്ങനെ ഇതെല്ലാം പരിശോധിക്കുക. അപ്പോൾ എനിക്കെതിരെ വന്ന വാർത്തകൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിരന്തരം വന്നുണ്ട്. അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇവരെല്ലാം കൂടെ വന്നിട്ട് കുറച്ച് റിസർച്ച് നടത്തിയിട്ട് പറഞ്ഞു, അത് ജോസ് കെ മാണി എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ ചോദിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഏതാണ്ട് അവർ ഇങ്ങനെയാണ് പറഞ്ഞത് ഏതാണ്ട് 334 ഫേക്ക് ഐ ഡി എന്നെ വ്യക്തിഹത്യ ചെയ്യുവാനായിട്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നരേറ്റീവ്സ് മാറിക്കൊണ്ടിങ്ങനെ ഇരുത്തും. ആ നരേറ്റീവ്സ് മാറുമ്പോൾ മാൻസാർ അച്ചാച്ചൻ്റെ മരണത്തിന് ശേഷം പിന്നെ അച്ചാച്ചനുമായിട്ടാണ് മണി സാർ ഇങ്ങനെയായിരുന്നു അല്ല ഇങ്ങനെയായിരുന്നു അങ്ങനെ മാറ്റി കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ആ പരിഹാസങ്ങൾ. ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ വലിയൊരു ഹേർട്ട് ചെയ്യാറുണ്ടോ അതോ നെവർ മൈൻഡ് ആയിട്ട് വിടുവോ എങ്ങനെയാ അതൊക്കെ? ആദ്യഘട്ടത്തിലൊക്കെ ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുൾ ടൈം നിൽക്കുന്ന എനിക്ക് ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കിനും ഞാൻ ഇപ്പോഴും ഹേർട്ട് ചെയ്യും. എനിക്ക് പല സംഭവം സത്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഞാനോട് ചോദിച്ചു എടാ എന്താണ്, അപ്പം ഒരു പയ്യൻ എന്നെപ്പറ്റി എൻ്റെ സ്വഭാവം മോശമായിട്ടാണോ? ഒന്നും കണ്ടില്ല. ഞാൻ കള്ളത്തരം വല്ലതും കാണിച്ചോ? അതൊന്നും കണ്ടില്ല. ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ലാഞ്ഞിട്ടാണോ? അതൊന്നുമല്ല. ഞാൻ വികസനം നടത്താഞ്ഞിട്ടാ? അല്ല, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ എന്താണ്, ഞാനൊരു നല്ല മനുഷ്യനല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? അതുമല്ല. പക്ഷേ ഒരു നരേറ്റീവ് കൊണ്ടുവരിക, ഒരു പ്രചരണം കൊണ്ടുവരിക. അവൻ ഭയങ്കരനാണ്, അവൻ ഭീകരനാണ്, അവൻ കൊള്ളൂല. അങ്ങനെ പറയുന്നവരുടെ അടുത്ത് ഇങ്ങനെ പലരും ചോദിച്ചു ഈ അടുത്ത നാളുകൾ, അല്ല നീ ജോസ് കെ മാണിയെ പറ്റി ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞല്ലേ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജോസ് കെ മാണി? അപ്പോൾ പുള്ളി പറയും എന്നെ കണ്ടിട്ടില്ല. പിന്നെ ആരാ നിങ്ങളോട് പറഞ്ഞു? അല്ല, നീ വേറൊരാൾ പറയുന്നത് ഞാൻ കേട്ടു. ഇതാണ് മജോറിറ്റിയുള്ള ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അതൊരു തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ കാര്യം ഞാനത് കഴിഞ്ഞ് നോക്കാറില്ല. കാരണം ഇത് നോക്കി ഇതിനെ സമയം കാണും. ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ എന്താണ് ആലോചിക്കുന്നത് അതങ്ങോട്ട് പോകും. സോഷ്യൽ മീഡിയ പക്ഷേ ഞാൻ ഈ സമൂഹത്തിൽ എത്രയോ ആളുകളുണ്ട് അവരെ മോശക്കാരനാക്കുന്നത്.